കാത്തിരുന്ന് സ്കെച്ച് ബുക്ക് കിട്ടിയിട്ട് ഇതുവരെ ഒന്നും വരച്ചില്ലെന്ന് പറയുമ്പം മോശമല്ലേ? ഇനി നമുക്ക് ഈ രണ്ടേ രണ്ട് സ്കെച്ച് യൂസ് ചെയ്ത് ഒരു ഡ്രോയിങ് വരച്ചാലോ? അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡ്രോയിങ് കുറച്ച് പ്രൊഫഷണൽ ആണെന്നൊന്ന് തോന്നാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് മെന കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ ഇങ്ങനെ മാസ്കിംഗ് ടേപ്പ് ബോർഡർ വെച്ച് കൊടുക്കാം. ഇവിടെ ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എന്താണെന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായി കാണും. എങ്കിലും ആദ്യം മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാനൊരു ബട്ടർഫ്ലൈ ഇങ്ങനെ ചരിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ഓറഞ്ചും ബ്ലാക്കും ഷെയ്ഡും മാത്രമേ ഞാനിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ഡോംസിൻ്റെ ബ്രഷ് സ്കെച്ചസ് ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇതങ്ങനെ ഒരു യൂസർ റിവ്യൂ ഒന്നും അല്ല കേട്ടോ, എങ്കിലും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഈ ഒരു സ്കെച്ച് പെൻ ഭയങ്കര ക്വാണ്ടിറ്റി ബേസും ക്വാളിറ്റി ബേസും സൂപ്പർ ആണെങ്കിലും നമ്മൾ രണ്ട് കളേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഈ വീഡിയോയിൽ അത് മനസ്സിലാവും. ആ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ബാക്കി ഇതിൻ്റെ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും അവൈലബിൾ ആണ്, ഓൺലൈനിലും കിട്ടും. ഷോപ്പിൽ എനിക്ക് ഉറപ്പില്ല, എനിക്ക് ഡാർക്ക് ഷെയ്ഡ് മാത്രമേ കിട്ടിയുള്ളൂ ലോക്കൽ സ്റ്റോറിൽ നിന്ന്. എനിവേ നമ്മുടെ ഡ്രോയിങ് ഇതേപോലെ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്കെച്ചിങ്ങും എല്ലാം കഴിഞ്ഞു. ഇനി മാസ്കിംഗ് ടേപ്പ് നമുക്ക് റിമൂവ് ചെയ്യാം. ഇപ്പം മനസ്സിലായില്ലേ എന്തിനാ മാസ്കിംഗ് ടേപ്പ് വെക്കുന്നതെന്ന്? നല്ല സുന്ദരി കുട്ടപ്പനായില്ലേ? എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.